www.ചേളാരിഗ്രാമം 10ാം വാർഡിലെ സൈബർ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കൈയിൽ മൌസും മറുകൈയിൽ തെറുപ്പുപീടിയുമായി ഇവിടുത്തെ കൊച്ചേട്ടന്മാർ ഇപ്പോൾ ബ്രൌസ് ചെയ്യുകയാണ്. chattucyber10@gmail.com ഓപ്പൺ ചെയ്തു നോക്കൂ. സുഹൃത്തുക്കളുടെ മെയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇവർ അസ്വസ്ഥരാകും. കാരണം ഇതൊരു സൈബർ ഗ്രാമമാണ്. ഇത് മലപ്പുറം ചേളാരി ഗ്രാമത്തിലെ 10ാം വാർഡ്. 1200 കുടുംബങ്ങളാണ് ഈ വാർഡിലുള്ളത്. ഇതിൽ 350ഓളം കുടുംബങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്വന്തമായുണ്ട്. ഈ സാഹചര്യത്തിൽ മുഴുവൻ ഗ്രാമവാസികളെയും കമ്പ്യൂട്ടർ പരിശീലനം നൽകി ഒരു വാർഡ് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ ബാബു. ഇതിന്റെ ഭാഗമായി എല്ലാവർക്കും ഇമെയിൽ വിലാസം നൽകുന്നതിന്റെ തിരക്കിലാണ് ഈ ജനപ്രതിനിധി. മുഴുവൻ ആളുകൾക്കും ഈ ഇമെയിൽ ഐ ഡി, ഒരു വീട്ടിൽ ഒരു മെയിൽ ഐ ഡി എന്നുള്ള ഒരു സിസ്റ്റം, അവർക്ക് പിന്നെ ഏത് തരത്തിലുള്ള കംപ്ലൈൻസും ഈവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതൽ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വരെ അവരുടെ പരാതികൾ അയക്കാൻ നേരിട്ട് പോകേണ്ടതില്ലാതെ അവരുടെ ഗ്രാമത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു സംഭവമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും അങ്ങനെ പറയുന്നു. ഈ ഗ്രാമത്തിൽ അവരെ മുറ്റത്തിരുന്നുകൊണ്ട് അവർക്ക് മെയിൽ അയക്കാനും അവർക്ക് അതിന് വന്ന മറുപടികളും തേടാനുള്ള ഒരു സാഹചര്യം. വാഴപ്പഴത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് വില എന്താണെന്ന് അറിയാനാണ് ലാപ്ടോപ്പിന്റെ കീബോർഡിൽ എരിയുന്ന ബീഡിക്കൊപ്പം നായിഡു ചേട്ടന്റെ വിരലുകൾ പരതുന്നത്. വിദേശത്തുള്ള മക്കളുമായി മംഗ്ലീഷിൽ ചാറ്റിംഗ് നടത്തുന്ന അമ്മച്ചിമാരും വസ്തുക്കച്ചവടം സിസ്റ്റത്തിലാക്കിയ കാരണവന്മാരും തേഞ്ഞിപ്പലത്തിന് സ്വന്തം. ഉണ്ണീലാജി cyber10.com, ആലിയാജി cyber10.com, വിവരസാങ്കേതിക വിദ്യയിലൂടെ ഒരു നൂതന മാറ്റത്തിനാണ് ഈ ചേളാരി ഗ്രാമം തയ്യാറെടുക്കുന്നത്. ഇനി ഇവരുടെ ആശയവിനിമയങ്ങൾ മുഴുവൻ ഇന്റർനെറ്റ് വഴിയാകും. എല്ലാവർക്കും ഇമെയിൽ വിലാസം നൽകിയതോടെ സൈബർ ഗ്രാമത്തിന്റെ ബ്രൌസിംഗ് അവസാനിക്കുന്നില്ല. രാജ്യത്തെ ആദ്യത്തെ സൈബർ ഗ്രാമത്തിന്റെ ഡെസ്ക്ടോപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മുഖ്യമന്ത്രിയെ ഇമെയിലിലൂടെ ക്ഷണിക്കുകയാണ് മുൻമന്ത്രി ഡോക്ടർ MK മുനീർ. ഒരു വലിയ ഡിവൈഡ് ഉണ്ട്, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അതിനെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം എന്നുള്ള നിലയ്ക്ക് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളവരെ നമ്മൾ അഭിനന്ദിക്കണം. ഇതിന് എല്ലാ തരത്തിലുള്ള പബ്ലിസിറ്റിയും ലഭിക്കണം. കാരണം മറ്റുള്ളവരും ഇത് മാതൃകയാക്കി എടുക്കണം. കേരളത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നടപടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇമെയിൽ ഗ്രാമം എന്ന പദ്ധതിയുടെ ആദ്യഘട്ടം വിജയകരമായ സാഹചര്യത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും കമ്പ്യൂട്ടർ സാക്ഷരത എന്നിവയാണ് ഗ്രാമത്തിന്റെ അടുത്ത ലക്ഷ്യം. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന കമ്പ്യൂട്ടർ പഠനം തകൃതിയായി നടക്കുന്നു. കമ്പ്യൂട്ടർ ഇല്ലാത്തവർക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് വഴി പരിശീലനം നടക്കുന്നുണ്ട്. പദ്ധതി പൂർണ്ണമായി നടപ്പായാൽ തേഞ്ഞിപ്പലം 10ാം വാർഡിൽ പുതിയ ട്വിറ്റർ വിവാദങ്ങൾ ഉണ്ടാവുമോ എന്തോ.